താഴ്വരകൾ ജീവജലനദി ആക്കുമവൻ. ലോകത്തിൻ ചങ്ങലകൾ മണിവീണയ മാറ്റുമവൻ. കൃപയാരുളിടുമേ ബലമണിക്കുമേ. കൃപയാരുളിടുമേ ബലമണിക്കുമേ. മറമധുരമായി മാറ്റിടുമേ. മറമധുരമായി മാറ്റിടുമേ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് തന്ന വചനം 119 സങ്കീർത്തനത്തിലെ 116 വാക്യമാണ്. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ആമേൻ. ദൈവമനുഷ്യൻ പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. അപ്പോൾ ജീവിച്ചിരിക്കുവാൻ ആധാരമായിരിക്കുന്നത് ഇവിടെ പറയുകയാണ്, നിന്റെ വചനമാണ്. ആമേൻ. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ നിന്റെ വചനം എന്നെ താങ്ങണം. അപ്പോൾ നമ്മുടെ ലൈഫിൽ ദൈവവചനത്തിന് എന്ത് പ്രാധാന്യമാണ്. നമ്മുടെ ലൈഫിൽ വചനം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ സത്യം പറഞ്ഞ് നമുക്ക് ജീവനില്ലെന്നുള്ളതാണ് ഒരു സത്യമായ കാര്യം. മോശ കഴിഞ്ഞ ഏറ്റവും ശക്തമായ ഒരു ലീഡറിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അത് യോശുവയെ കണ്ടെത്തി കഴിയുമ്പോൾ ആ യോശുവോട് പറയുകയാണ്, നീ സക്സസ് ആകണം. നീ ചെല്ലുന്നിടത്തെല്ലാം നീ ആരോഗ്യത്തോടെയും വിജയത്തിലും എത്തണമോ? ഒറ്റ കാര്യമുള്ളൂ, വചനത്തിൽ നിന്ന് നിന്റെ കണ്ണ് പറയരുത്. അതിനെ രാവും പകലും നീ ധ്യാനിക്കണം. അത് നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. അത് നിന്റെ ഹൃദയത്തിനകത്ത് നീ സ്ഥാപിക്കണം. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ജീവിതത്തിൻ്റെ അകത്തെ വിജയം എല്ലാം നിങ്ങൾക്ക് തരുന്നത് ദൈവവചനമാണ്. 2026 വചനത്തോടുള്ള നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കാനാണ് നമ്മൾ തുടർമാനമായി ഇങ്ങനെയുള്ളൊരു തിരുവചനം ദൈവം നമുക്ക് തരുന്നത്. സ്തോത്രം. നമ്മളല്ലെങ്കിൽ ഒരു മെസ്സേജാണ് ഒരു അധ്യായത്തിൽ നിന്ന് എടുക്കുന്നത്, പക്ഷേ ഇത് വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറച്ച് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വചനം എടുക്കുന്നത്. ആമേൻ. ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. അപ്പോൾ നമുക്കൊരു വചനം ലഭിക്കുമ്പോൾ നമുക്ക് ജീവൻ കിട്ടുക. ജീവിപ്പിക്കുന്നത് ആത്മാവാകും. ഞാൻ പ്രസംഗിച്ച വചനം ജീവനും ആത്മാവുമാണ്. ജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. എൻ്റെ വചനമാണ് ജീവൻ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ, ക്ഷീണങ്ങളൊക്കെ മാറും നിങ്ങൾ വചനവുമായിട്ട് സമീപിക്കുമ്പോൾ. സത്യമായിട്ട് നിങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ ചെറിയ സമയമാണെങ്കിലും ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നത് സത്യമായിട്ട് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നത് ജീവനാണ് കേട്ടോ. ആമേൻ. നിങ്ങളിലേക്ക് ജീവനാണ് ദൈവം പകരുന്നത്. ദൈവത്തിൻ്റെ ജീവൻ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവനിൽ ജീവനുണ്ടായിരുന്നു. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിലേക്ക് ദൈവം ഇപ്പോൾ ഇമ്പാർട്ട് ചെയ്യുകയാണ് ആ ജീവനെ, നിലനിൽക്കുന്ന ജീവനെ. സ്തോത്രം. ഏത് പ്രതിസന്ധിയെ അതിജീവിക്കുന്ന ജീവനെ. ആ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്,
ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ആമേൻ. പലരും മറ്റു പലതിലും ആശ്രയിച്ച് അവരുടെ ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾ തിരുവചനത്തിലും പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും നിങ്ങളുടെ ജീവിതം നയിക്കുന്നതുകൊണ്ട് ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങളുടെ പ്രത്യാശയിൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. കുറച്ച് തകർച്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും തകർച്ചയായിട്ട് കാണുകയേ ചെയ്യണ്ട. അതെല്ലാം അത്ഭുതമായി തീരും. നിങ്ങളുടെ മേലൊരു വലിയ ജീവൻ തരാൻ പോവുക. നിങ്ങളുടെ ജീവൻ്റെ ഒരു സമൃദ്ധി ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. യെസ്, ചില നല്ല വചനങ്ങൾ ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. സ്തോത്രം. ചില വാർത്തകൾ കേട്ട് ജനം ജീവൻ പ്രാപിച്ചെന്നാണ് കേട്ടിട്ടുണ്ട്. യോസെഫ് അയച്ച രഥങ്ങൾ കണ്ട് ജോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ യാക്കോബിന് ജീവൻ വന്നു. നിങ്ങളെ ചൈതന്യപ്പെടുത്തുന്ന ചില വചനങ്ങൾ, നിങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ചില വചനങ്ങൾ ദൈവം തരികയാണ്. സ്തോത്രം. നിങ്ങൾ വായിച്ചോ, ബൈബിൾ വായിച്ചോ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന ദിനങ്ങളായിരിക്കും. കർത്താവ് എന്നോട് പറയുന്നു, ചിലരുടെ ജീവനെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, ജീവനെ നിലനിർത്താൻ പോവുകയാണ്. പിശാച് തീരുമെന്ന് പറഞ്ഞ നിങ്ങൾ, മരിക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ, ചില റിപ്പോർട്ടുകളുള്ള നിങ്ങൾ, കർത്താവ് പറയുന്നില്ല, നിങ്ങൾ ജീവിക്കും. ആ ജീവൻ എവിടെ നിങ്ങൾക്ക് ലഭിക്കും? ദൈവവചനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. യെസ്, ഞങ്ങൾ ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. ജീവിപ്പിക്കുന്ന വചനം ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുപ്പ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറഞ്ഞു. കർത്താവേ, ഞങ്ങളുടെ വചനം ജീവനും ചൈതന്യവും പകരുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഇന്ന് രാവിലെ സമയം കർത്താവെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും അങ്ങയുടെ ജീവനെ പകർന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ജീവനെ പകർന്ന് പ്രാർത്ഥിക്കും. ഈ വചനത്തിൽ നിന്ന് വെളിപ്പെടുന്ന ജീവൻ അവരുടെ എല്ലാ മേഖലകളിലും കർത്താവ് നിറയുവാനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവ് ചേതനേറ്റ് കിടക്കുന്ന ശല്യങ്ങളെല്ലാം ചൈതന്യം പ്രാപിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ജീവൻ്റെ വചനത്താൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനാൽ കർത്താവിനെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പരിശുദ്ധാത്മ വചനം കേൾക്കുന്ന വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്ന, ജീവനിൽ നടപ്പാൻ, ജീവനിൽ വാഴുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ മക്കളുടെ രോഗങ്ങൾ മാറട്ടെ, രോഗത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, ഇവരുടെ കടങ്ങൾ മാറട്ടെ, ഇവരുടെ കുടുംബത്തിൻ്റെ അസമാധാനങ്ങൾ മാറട്ടെ. ഇന്നത്തെ വചനം പോലെ ജീവിപ്പിക്കുന്ന വചനത്താൽ അവരെ താങ്ങണമേ. ചില വചനത്താൽ അവരെ താങ്ങണമേ കർത്താവെ. സൗഖ്യമാക്കുന്ന വചനത്താൽ അവരെ താങ്ങണമേ കർത്താവെ. രക്ഷിക്കുന്ന വചനത്താൽ നീ അവരെ താങ്ങണമേ. യേശുവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവർ മേൽക്കുമേൽ അനുഗ്രഹിക്കും പ്രാപിച്ച്, പുഷ്ടി പ്രാപിച്ച്, ശക്തി പ്രാപിച്ചിരിപ്പാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ഇന്ന് പകൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ഉണ്ടാകണം. എല്ലാ കൃപയിലും മറയ്ക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഇന്ന ദിവസം അനുഗ്രഹമായി നിങ്ങൾ മുൻപോട്ട് പോകുക. ജീവിപ്പിക്കുന്ന വചനം, പ്രത്യാശ തരുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, സമൃദ്ധി നൽകുന്ന വചനത്താൽ ദൈവം നിങ്ങളെ താങ്ങും. ഗോഡ് ബ്ലെസ് യു.